അധ്യായം 1. ദൈവം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ കോട്ടയം തെരുവിലെ തെരുവുകുട്ടികളിൽ ഒരുവനായിരുന്നു. വിശന്നൊട്ടിയ വയറുമായി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ ഒരു 15കാരൻ. പട്ടണങ്ങളിലെ തെരുവുകുട്ടികളെ ആരും ഗൗനിക്കില്ലെന്ന് എനിക്ക് വേഗം മനസ്സിലായി. അവരുടെ മുതുകിൽ ദുരിതങ്ങളുടെ മാറാപ്പുകളുണ്ട്. അതൊന്നിറക്കി വെച്ച് ചിക്കിത്തിരയാൻ ആരും മെനക്കെടാറില്ല. അതുകൊണ്ടാണ് തെരുവു പിള്ളേരുടെ ദുരന്ത മാറാപ്പുകളുടെ കനം കൂടിക്കൂടി വരികയും അവർ ഭൂമിക്ക് അധികപ്പറ്റായ ഭാരങ്ങളായി തീരുകയും ചെയ്യുന്നത്. ഏറ്റവും തീവ്രമായ ഓർമ്മ മരണത്തെ മുഖാമുഖം കാണുന്നതാണ്. കോട്ടയത്തെ എന്റെ ഓർമ്മ മരണമുഖത്തു നിന്നാണ്. 70കളിലെ വിശാലമായ കോട്ടയം മീൻചന്തയാണ് പശ്ചാത്തലം. നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി കാണും? എനിക്കതത്ര ഓർമ്മയില്ല. എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി കോട്ടയത്തുള്ള എല്ലാ ഹോട്ടലുകളും കയറി ഇറങ്ങലായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് എന്റെ പണി. 4 ദിവസം മുൻപാണ് വൻ പ്രതീക്ഷയുമായി മൂവാറ്റുപുഴയിൽ നിന്നും കോട്ടയത്തേക്ക് ആദ്യമായി ബസ് കയറിയത്. മീൻചന്തയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഓർക്കാൻ പറ്റണില്ല. എനിക്കൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ എന്റെ വയർ നട്ടെല്ലിനോടൊട്ടിയിരുന്നു. തല കറങ്ങുക എന്നാൽ തലയ്ക്ക് ചുറ്റുമുള്ളത് കറങ്ങുക എന്നാണ് അർത്ഥമെന്ന് ഞാൻ അറിഞ്ഞത് എനിക്ക് ചുറ്റും മീൻചന്ത കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. മീൻചന്തയും അതിനപ്പുറമുള്ള നഗരവും പിന്നെ ലോകവും എനിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തു. നിൽക്കുന്നിടം പാതാളത്തിലേക്ക് താഴ്ന്നു പോവുകയാണോ? ആയിരിക്കണം. എനിക്കെന്റെ കാഴ്ച മങ്ങി. കുഴഞ്ഞു വീണ് മരിക്കുക എന്ന പ്രക്രിയയ്ക്ക് ഞാൻ വിധേയനാവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. മരിക്കുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് എന്റെ ഉള്ളം ഒച്ചയില്ലാതെ അലറിക്കരഞ്ഞു. മങ്ങാൻ തുടങ്ങിയ എന്റെ കാഴ്ചയ്ക്ക് അപ്പുറത്തു നിന്ന് മേഘങ്ങളുടെ മഞ്ഞുപാളികൾ തുറന്ന് അമ്മ വേവരാതിയോടെ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ മോൻ എന്തിനാടാ അമ്മേനെ വിട്ട് ഇത്രയും ദൂരം പോയത്? എത്ര ദാരിദ്ര്യമാണെങ്കിലും നിനക്ക് അമ്മയുണ്ടായിരുന്നല്ലോടാ. അങ്കലാപ്പോടെ അമ്മ നിലവിളിച്ചു. അമ്മേ! എന്റെ വിളി തൊണ്ടയിൽ കുരുങ്ങി. എനിക്ക് വിശപ്പ് സഹിക്കാനാവണില്ലമ്മേ എന്ന എന്റെ നിലവിളിയും അമ്മയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അമ്മ എന്റെ മങ്ങിപ്പോയ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മറഞ്ഞുപോയി. ഇനി സ്വാഭാവികമായും ദൈവത്തിന്റെ ഊഴമാണ്. നിന്നിടം ലോകത്തിന്റെ ഒത്ത നടുക്കുള്ള ഒരു വൻ ചുഴിയായി രൂപാന്തരപ്പെടുകയും ഞാൻ ഭൂമിയിൽ നിന്നും ചുഴിയിലൂടെ തിരോധാനം ചെയ്യപ്പെടുകയും ചെയ്യും മുമ്പേ ന്യായമായും ദൈവത്തിന് എന്റെ ന്യായവിധിയെക്കുറിച്ച് ചിലത് പറയാനുണ്ടാവുമല്ലോ. വെറും 15 വയസ്സിന്റെ അല്പായുസ് തന്നിട്ട് ഊരും പേരും അറിയാത്ത നാട്ടിലെത്തിച്ച് പട്ടിണിക്കിട്ട് കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതിന്റെ ന്യായങ്ങൾ എനിക്കും അറിയണ്ടേ? ദൈവം സ്വർഗ നരകത്തിന്റെ അതിർവരമ്പിൽ നിന്ന് തന്റെ വലത് കരം നീട്ടി എന്റെ തോളത്ത് വെച്ചു. ഒരു മിന്നൽ പിണർ എന്റെ പട്ടിണിക്കോലത്തിൽ വൈദ്യുതി കടത്തിവിട്ടു. ഡാ, നിനക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്, ശരിയല്ലേ? തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗായിരുന്നു ദൈവത്തിൻ്റെത്. അർത്ഥപ്രാണനായി നിന്ന എന്റെ തോളത്ത് വെച്ച ദൈവത്തിന്റെ കൈ ഒന്ന് മുറുകെ പിടിച്ച് എന്നെ ശക്തിയിലൊന്ന് കുലുക്കി. ഇരുട്ട് കയറി കാഴ്ച പോയതുകൊണ്ട് ഞാൻ അതുവരെ ദൈവത്തെ നേരിൽ കണ്ടില്ല. ഞാൻ അവസാന ശക്തി സംഭരിച്ച് തലയൊന്ന് കുടഞ്ഞു. പുനർജന്മം കിട്ടിയ കണ്ണുകൾ ദൈവത്തെ കാണാൻ തുറക്കപ്പെട്ടു. തലയിൽ മുൾക്കിരീടം പോലെ ഒരു ചുവന്ന വട്ടക്കെട്ട് കെട്ടി നീല ഷർട്ടിട്ട തടിച്ചു കുടവയറുള്ള ദൈവത്തെ ഞാൻ അവിശ്വസനീയതയോടെ തുറച്ചു നോക്കി. സ്ഥലകാല ബോധത്തിന്റെ പടിക്കൽ നിന്ന് ഞാൻ ദയനീയമായി വിളിച്ചു, ദൈവമേ! എന്റെ ചെറുക്ക, ദൈവം ഞാനല്ല. ദോ അങ്ങ് മാർക്കറ്റിന്റെ അറ്റത്ത് ഒരു വലിയ മീൻകുട്ടയ്ക്ക് അടുത്ത് നിൽക്കുന്ന മുതലാളിയെ കണ്ടോ? അയാളാണ് ഇനി നിന്റെ ദൈവം. അയാൾ മീൻ ചന്തയുടെ കിഴക്കേ അറ്റത്തേക്ക് കൈ ചൂണ്ടി. ഹോട്ടൽ വിന്നേഴ്സിന്റെ ഓണറാ. ആ മീൻകുട്ട ചുമന്ന് അയാളുടെ ഹോട്ടലിൽ എത്തിച്ചു കൊടുത്താൽ നിനക്കൊരു ജോലി കിട്ടും, ഹോട്ടൽ വിന്നേഴ്സിൽ. ഞങ്ങൾ ചുമട്ടുതൊഴിലാളികള് ഈ നാറുന്ന പണിക്കൊന്നും നിൽക്കില്ല. നിനക്കാവുമ്പോ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാവുന്ന ഒരു പണിയും കിട്ടും. എന്താ? മരവിച്ച് നിന്ന എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടലുണ്ടായി.
ദൈവത്തെ കാണാൻ ആശയോടെ ബന്ധപ്പെട്ട് കണ്ണുകൾ തുറന്നപ്പോൾ തൊട്ടു മുന്നിലും അകലെയുമായി 2 ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങൾ. തുമ്പിയെ കൊണ്ട് മുട്ടൻ കല്ലെടുപ്പിക്കാനുള്ള ഓഫർ തന്ന ദൈവത്തെ ഞാൻ നിർവികാരനായി നോക്കി നിന്നു. പുനർജന്മം കിട്ടിയ എന്റെ കാഴ്ച ദൈവങ്ങൾക്കിടയിൽ ദൈവത്തെ തിരഞ്ഞു.